പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല പ്രഭാതത്തെയും നല്ല ദിവസത്തെയും ഓർത്ത് നല്ല ദൈവത്തിന് നന്ദി പറയും. ഈ ദിവസം കൂടി ജീവിച്ചിരിക്കുവാൻ, ആരോഗ്യത്തോടെ ആയുസ്സോടെ അനുഗ്രഹമായി ജീവിക്കുവാൻ എന്നെയും നിങ്ങളെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ഇന്ന് ജോൺ മരിയ വിയാനിയുടെ ഓർമ്മ ദിവസമാണ്. ലത്തീൻ സഭയിൽ പരിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് ആ പുരോഹിതനെ പറ്റി സംസാരിക്കുകയായി. ജോൺ മരിയ വിയാനിയെപ്പറ്റി ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ പറയുന്നത് വളരെ കുറഞ്ഞ വസ്ത്രങ്ങളുമായി ജീവിച്ചൊരു മനുഷ്യൻ. അദ്ദേഹം ഒരു വൈദിക സമ്മേളനത്തിൽ ചെന്നിരിക്കുമ്പോൾ കീറി തയ്ച്ച കുപ്പായം ഇട്ടുകൊണ്ട് ചെന്നിരുന്നപ്പോൾ കൂടെ ഇരുന്ന ചെറുപ്പക്കാരായ വൈദികർ അദ്ദേഹത്തെ ഒരുപാട് കുറ്റപ്പെടുത്തി. തനിക്ക് നാണമുണ്ടോ, അച്ഛന്മാരെ എല്ലാം നാണം കെടുത്താനല്ലേ താൻ ഈ കീറി തയ്ച്ചത് ഇട്ടുകൊണ്ട് വന്നതെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ആക്ഷേപിച്ചു. അക്ഷരം വേണ്ടിയില്ല ആ പാവം. പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ജീവിത വിശുദ്ധിയും അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകളിലും ആൾ വന്ന് കൂടുന്നത് കണ്ടപ്പോൾ സഭയിലുള്ളവർക്ക്, കൊച്ചച്ചന്മാർക്ക് മനസ്സിലായി തങ്ങൾക്ക് മണ്ടത്തരം പറ്റി. കാരണം അന്ന് ഈ പുരോഹിതനെ നമ്മൾ കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയും ചീത്ത പറയുകയൊക്കെ ചെയ്ത് തെറ്റായിപ്പോയി. പിന്നെ ആ പുരോഹിതനോട് മാപ്പ് പറയുകയും ചേർന്ന് നിൽക്കുകയൊക്കെ ചെയ്യുന്ന, യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ പുരോഹിതരുടെ മധ്യസ്ഥനായി വെക്കുമ്പോൾ ഇന്നത്തെ വലിയ പാണ്ഡിത്യമുള്ള പുരോഹിതരെ നിങ്ങളുടെ നാണം തോന്നണ്ടേ? കാരണം നിങ്ങളുടെ ഉൾപ്പെടെ മധ്യസ്ഥനാണ് ജോൺ മരിയ വിയാനി. നിങ്ങൾ വലിയ ഡിഗ്രിയും വലിയ അറിവും വലിയ കഴിവും വലിയ സ്ഥാനമാനവും എടുത്തപ്പോൾ, കോളേജിൻ്റെയോ അല്ലെങ്കിൽ സഭയുടെ സ്ഥാപനങ്ങളുടെയോ വലിയ സ്ഥാനമാനങ്ങൾ എടുത്തപ്പോൾ ആർക്കും വേണ്ടാത്തൊരിടവകയിൽ പോയി അവിടുത്തെ മുഴുവൻ ദൈവജനത്തെയും ദൈവത്തിന് വേണ്ടി നേടിയ ഒരു പുരോഹിതൻ. ആ നാട്ടിലെ ജനത്തെ മാത്രമല്ല, അദ്ദേഹത്തെപ്പറ്റി അറിഞ്ഞ നാടുകളിൽ നിന്നെല്ലാം നിരവധി മനുഷ്യർ വന്ന് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിൽ പങ്കെടുത്തു. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്: പ്രസംഗിക്കാൻ അറിയില്ലല്ലോ, വേദപാഠം പഠിപ്പിക്കുന്ന പുരോഹിതനായിട്ട് മാറി. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ഒരുപാട് ആൾക്കാർ പല രാജ്യങ്ങളിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും വന്നു കുമ്പസാരിക്കാനും അതുപോലെ അദ്ദേഹത്തെപ്പറ്റി കേൾക്കാനും അദ്ദേഹത്തിൽ നിന്ന് കേൾക്കാനും ഒക്കെ ആയിട്ട്. അങ്ങനെ പള്ളി നിറഞ്ഞ ആളിരിക്കുമ്പോൾ തീരെ ബലഹീനനായ ഒരു മനുഷ്യൻ, ഒരു ഭിക്ഷാടകനെ പോലും ഒരു മനുഷ്യൻ കടന്നു വന്നു. അത് ആ കടന്നു വന്ന ആളിന് ഇരിക്കാൻ സ്ഥലമില്ല. അതുപോലെ ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന, ഈ ദൈവികജ്ഞാനം പകർന്നു കൊടുത്തിട്ടിരിക്കുന്ന ഈ പുരോഹിതന് ഇരിക്കാൻ അവിടെ ഒരു കസേരയോ സ്റ്റൂളോ എന്തോ ഉണ്ടായിരുന്നു. ആ കയറി വന്ന ആ ചെറിയ മനുഷ്യനെ പിടിച്ച് ആ കസേരയിലിരുത്തി. എളിമത്വവും ലാളിത്യവും മറ്റുള്ളവരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ ഇവിടെ സിനഡിൻ്റെ സഹായത്തോടെ കൂര്യ എന്നും പറഞ്ഞ് ഏതാനും വൈദികരെ ആക്കി വച്ചിട്ടുണ്ട്. ആ കൂര്യ, അതിലിരിക്കുന്ന രണ്ട് പുരോഹിതർ കേരള സഭയെ അറിയുന്ന രണ്ട് വചനപ്രഘോഷകരാണ്. അവരിൽ നിന്നൊക്കെ അധരം തുറന്നിറങ്ങി വന്നത് അഭിഷേകത്തിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ഉള്ളിൽ ഭയങ്കര സന്തോഷമായിരുന്നു. ജോസച്ചനൊക്കെ വാ തുറന്നാൽ എന്തായിരുന്നു ഇറങ്ങി വന്നത്? അതേ പുരോഹിതര് സഭ പറഞ്ഞ കുർബാന ചൊല്ലിയ ദേവാലയം പൂട്ടി താക്കോലും കൊണ്ട് പോരുന്ന അവസ്ഥ. പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞിട്ട് ഇനി ഇങ്ങോട്ട് വരണ്ട എന്ന് പറയുന്ന അവസ്ഥ. ഇവിടെ പ്രശ്നമൊന്നുമില്ല, പള്ളി അടച്ചിരിക്കുക. അവിടെയൊക്കെ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതൻ്റെ കണ്ണുകളിൽ നിന്ന് അടർന്നു വരുന്നത് കണ്ണുനീരല്ല, ചോരയാണ്. ഈ അടർന്നു വീഴുന്ന കണ്ണുനീര് നിങ്ങളുടെ ജന്മത്തെ കുളം തോണ്ടും. വിവേകമില്ലാത്ത, ബോധമില്ലാത്ത പുരോഹിതരെ. എന്നിട്ട് പറയുന്നു, ഞങ്ങളുടെ മധ്യസ്ഥൻ ജോൺ മരിയ വിയാനിയാണ്. ലാളിത്യത്തിൻ്റെ, എളിമയുടെ, ദൈവസ്നേഹത്തിൻ്റെ, സഹോദര സ്നേഹത്തിൻ്റെ വലിയ പുള്ളിയാണെന്ന് 100 വട്ടം പറഞ്ഞാൽ നിങ്ങളുടെ നാവ് പുഴുത്തു പോകുകയല്ലേ? എങ്ങനെ നിങ്ങൾക്ക് ഈ രണ്ട് പാത്രത്തിൽ നിന്ന് കഴിക്കാൻ പറ്റും? ഒരിടയ്ക്ക് ജോസഫിന് വലിയ ആത്മീയതയായിരുന്നു.
സഭയോട് ചേർന്നാണ് സഭയുടെ കുർബാനയെല്ലാം. കുറേ കഴിഞ്ഞപ്പം ആ അസുഖം അങ്ങ് മാറി. ഇപ്പം സഭയ്ക്കെതിരാ കൂരിയ എന്ന് പറഞ്ഞാൽ കുരുട്ട് ബുദ്ധി കൊണ്ടിരിക്കുന്ന ആൾക്കാരെന്നാണ്. ഇതിനു മുമ്പ് കുരുട്ട് ബുദ്ധിയല്ലായിരുന്നു, നല്ല ബുദ്ധി കൊണ്ടിരുന്നവരെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. എന്നിട്ടിപ്പം കുരുട്ട് ബുദ്ധിക്കാരായ ആൾക്കാരെ അതിനകത്ത് കൊണ്ട് കയറ്റി അന്ധകാരത്തിൻ്റെ മുടിഞ്ഞ സാത്താനായി നിൽക്കുന്ന പുരോഹിത ശ്രേഷ്ഠന്മാർ. കണ്ടു, കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു. ആ ചങ്കുപൊട്ടി കരഞ്ഞുകൊണ്ട് വിഷമിക്കുന്ന പുരോഹിതനെ ഞാൻ കണ്ടു. നിങ്ങൾ പേടിപ്പിക്കുന്ന, നിങ്ങൾ തകർക്കാൻ ഒരുങ്ങുന്നത് ദൈവവിശ്വാസത്തെയാണ്, ഒരു വ്യക്തിയെയല്ല, ഒരിടവക മുഴുവനെയും. ജോൺ മരിയ വിയാനി താൻ ചെന്ന ഇടവകയെ വിശുദ്ധീകരിച്ച് ലോകത്തിൻ്റെ മുൻപിൽ പ്രകാശമായി വെച്ചു. ഇവിടെ കൂരിയ വന്നിട്ട് ഒരു പ്രകാശമായി ഇരുന്ന ഒരു ഇടവകയെ തകർത്തുകൊണ്ട് പൂട്ടി താക്കോല് കൊണ്ടുപോയി. നിങ്ങളുടെയൊക്കെ മേൽ എന്ത് വന്ന് വീഴുമെന്ന് പറയാൻ അറിയില്ല. സോദോം ഗോമോറയിൽ സംഭവിച്ചതൊക്കെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അപ്പനും അമ്മയ്ക്കും ആർഭാടമായ നാണക്കേട് വാങ്ങിക്കൊടുക്കുന്ന നിങ്ങൾ, അവരൊക്കെ ചിലപ്പോൾ വിചാരിക്കും ഇങ്ങനെ ഒരെണ്ണം ഉണ്ടാകാതിരുന്നാൽ മതിയായിരുന്നെന്ന്. സംശയമൊന്നും വേണ്ട. തങ്ങളുടെ വാർദ്ധക്യത്തിൽ തങ്ങളെ ശുശ്രൂഷിക്കാനോ ഒരു പരിശുദ്ധ കുർബാന മകനിൽ നിന്ന് സ്വീകരിക്കുവാനോ ഒരു നല്ല സന്തോഷത്തോടെ ഒരു ശവസംസ്കാര ശുശ്രൂഷ സ്വീകരിക്കുവാനോ വേണ്ടി ഒരു പുരോഹിതനുള്ള അപ്പനും അമ്മയും ഒക്കെ ആഗ്രഹിക്കാറുണ്ട്. നിങ്ങളുടെ അപ്പനും അമ്മയ്ക്ക് എന്താ കിട്ടുന്നത്? നിങ്ങളിനി എൻ്റെ പേരിൽ എന്ത് തേങ്ങാക്കൊല എടുത്താലും എനിക്കൊരു പ്രശ്നവുമില്ല. മരിക്കുന്നിടം വരെ കർത്താവിൻ്റെ കൂടെ നിങ്ങളെ ഒന്നും ഒരു കോപ്പും പേടിയില്ല. കാരണം നിങ്ങളൊക്കെ സാത്താൻ്റെ സന്തതികളാണ്, സാത്താൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. ലൂസിഫറിൻ്റെ കൂടെ ചങ്ങാത്തമിറങ്ങുന്ന നിങ്ങളുടെ മേൽ ലൂസിഫർ കുരുക്കും മുറുക്കും. മക്കളെ, നിങ്ങളെ കുരുക്കും മുറുക്കും. ലൂസിഫറെ കെട്ടിയിട്ടിപ്പോൾ കളിപ്പിച്ചുകൊണ്ടിരിക്കുക, നൂലെ കെട്ടിയേക്കുന്ന പക്കിയെ പോലെ. അവൻ അയച്ചയച്ച് തന്നുകൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ മക്കളെ കുത്തിക്കോടാ, തട്ടിക്കോ, വാങ്ങിച്ചിരിക്കും നിങ്ങൾ ശിക്ഷ. ഇത് ഞാൻ ചെയ്താൽ എനിക്കും കിട്ടുമെന്ന് എനിക്കറിയാന്നേ. മുന്നറിയിപ്പ് തരിക. നിത്യനാശത്തിൽ നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടത ഭീകരമായിരിക്കും. എനിക്കറിയാവുന്ന ചില മനുഷ്യരുണ്ട്. ഒരു പുരോഹിതനെ എനിക്കറിയാം, ഭീകരനായിട്ട് നടന്നതാ. അവസാനം കഷ്ടപ്പാട് ഞാൻ കണ്ടതാ. തകർക്കരുതേ. മാനസബന്ധപ്പെടാനുള്ള ഇനിയും വഴിയുണ്ട്. നിങ്ങളിത് അവസാനിപ്പിക്കേ. കൂരിയാംഗങ്ങളെ, ബഹുമാനപ്പെട്ട ബിഷപ്പേ, വടക്ക് നിന്ന് തെക്കോട്ടെടുത്ത് ഇവിടെ വന്ന് ഈ നാശം ഈ അതിരൂപതയെ നശിപ്പിച്ച് തകർത്തുകൊണ്ട് ഇനിയും വിജയലാളിതനായി നിൽക്കും. നിങ്ങളെ ഒരു തരത്തിലും അടുപ്പിക്കാൻ കൊള്ളത്തില്ല. 2 കന്യാസ്ത്രീകൾ അകത്ത് പോയപ്പം ഭയങ്കര സങ്കടവും വിഷമവും. ഇവിടെ 4-5 ലക്ഷം ജനത്തിൻ്റെ ആത്മാക്കളെ സാത്താന് തീരെഴുതി കൊടുക്കുമ്പോൾ ഒരു ഉളുപ്പുമില്ല, ഒരു സങ്കടവുമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ഇല്ലാതായിട്ട് കാലം എത്രയായി തിരിച്ചറിയുന്നില്ല. കർത്താവിനോട് ചേർന്ന് നിന്നിട്ട് പറയുക, ഇതിനൊക്കെ നിങ്ങൾ പരിഹാരം ചെയ്യേണ്ടി വരും. അതിൻ്റെ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകും. ഈ ലോകം അത് കാണും, സംശയമൊന്നും വേണ്ട. ഏതായാലും ഞാൻ ഇനി കൂടുതൽ പറയുന്നില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ബോധം തരട്ടെ. ആ ബോധത്തിൽ നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് തിരികെ വരട്ടെ, ധൂർത്തപുത്രനെ പോലെ. എന്നിട്ട് കൂടുതൽ നല്ല രീതിയിൽ ഇനിയുള്ള കാലമെങ്കിലും ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ. ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം കേട്ടോ. കമൻറ്റും ഇട്ടോ. നെഗറ്റീവ് കമൻ്റ് ഇട്ടാലൊന്നും നമ്മളതൊന്നും പേടിക്കാനൊന്നും പോകണില്ല കേട്ടോ.